ഹായ്, ഫുട്ബോളിലെ ഒരു ഫോർവേഡ് ആണോ നിങ്ങൾ? ഫുട്ബോളിലെ ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ് ഓഫ് ദ ഫോർവേഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്കൊരു ഫോർവേഡ്സ് കളിക്കുമ്പോൾ നമുക്കൊരു പ്ലെയർ ഉണ്ടാവും. ആ പ്ലെയർ സപ്പോസ് 4-4-2 കളിക്കുകയെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ കളിക്കുന്ന കൂട്ടത്തിൽ കളിക്കുന്ന ഫോർവേഡ്സ് അല്ലെങ്കിൽ 4-3-3 ഏതായാലും ആ ഫോർവേഡ്സ് സ്പേസ് ഉണ്ടാക്കി തരുന്നത്. അതായത് ആ ഫോർവേഡ് ബോൾ വിട്ടിട്ട് ഒരു ഡിഫൻഡറെ എടുത്തുകൊണ്ട് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അതായത് ഈ ബോളുമായിട്ട് വരുന്ന ആൾക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഫോർവേഡ്സ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ്ങിൽ അതുകൂടി നമ്മളെപ്പോഴും വിചാരിക്കും ഓൺ ദ ബോൾ ട്രെയിനിങ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. അല്ലല്ല, ഓഫ് ദ ബോൾ ട്രെയിനിങ്. അതായത് നമ്മളെ പാർട്ട്ണർ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ് ചെയ്യുന്നു. ആ മൂവ്മെൻറ്റിൽ പല ഡിഫൻഡേഴ്സും ചെതറിപ്പോകുന്നു, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആവുന്നു, അവർ ബ്ലൈൻഡ് സൈഡിൽ കൂടെ ഒക്കെ മൂവ് ചെയ്യുന്നു. അപ്പം ഈ പ്ലെയറിന് ഗോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും നല്ല നല്ല പ്ലെയർ, ഒരു ടീമിലെ ബെസ്റ്റ് പ്ലെയർ ആണെങ്കിൽ ഒരു 2 പ്ലെയർ ചിലപ്പോൾ മാർക്ക് ചെയ്യാനും കൂടും. അപ്പോൾ ഈ ബുദ്ധിയുള്ള പ്ലെയർ എന്തായിരുന്നു, ഈ പ്ലെയർ നല്ല ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് ഓടി മാറും. പല ചാൻസുകളും പാത്ത് വേ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ ഡിഫൻസ് തകർന്നു പോകും, മറ്റ് പ്ലേയേഴ്സിന് ഗോൾ അടിക്കാൻ പറ്റും. അപ്പോൾ ഫുട്ബോളിൽ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്സ് ഫോർവേഡ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന ഫോർവേഡ് ഉണ്ടെങ്കിൽ മറ്റ് ഫോർവേഡിന് ഗോൾ അടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഫുട്ബോൾ ഇനിയും വ്യത്യസ്ത വീഡിയോ കാണാം.